ക്ലബിൻ്റെ ബഹുമാനായിട്ടുള്ള പ്രസിഡന്റ് നമുക്ക് ഈ റാലിക്ക് ആശംസ അർപ്പിച്ച് ശ്രീ വിൻസെൻ്റ് ആർക്കാട്ട് അവർ സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, അക്ഷരാർത്ഥത്തിൽ കഞ്ഞിക്കുഴി പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ച ഒരു പരിപാടിയിലാണ് നാം എല്ലാവരും സന്നിഹിതരായിരിക്കുന്നത്. ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ദാരിദ്ര്യമോ തൊഴിലില്ലായ്മയോ അല്ല, മയക്കുമരുന്നിന്റെ അതിപ്രസരമാണ്, അടിമത്തമാണ് എന്ന് വിളിച്ചറിയിക്കുന്ന ഈ റാലിക്ക് കഞ്ഞിക്കുഴി ലയൺസ് ക്ലബിന്റെ പേരിലുള്ള എല്ലാവിധമായ സർവ്വവിധമായ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും നേരുകയാണ്. ഇത്തരത്തിലൊരു റാലി കൊണ്ട് ഈ സംഘാടകർ എന്താണ് ഉദ്ദേശിച്ചത്? അതിന്റെ 100 ഇരട്ടി അല്ല, 1000 ഇരട്ടി സന്ദേശം ഈ സമൂഹത്തിൽ എത്തുമെന്നുള്ളത് യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഇത്തരമൊരു റാലി സംഘടിപ്പിക്കാൻ സന്മനസ് കാണിച്ച ഇടുക്കി പോലീസ് നേതൃത്വത്തെയും അതിന്റെ എല്ലാ സംഘാംഗങ്ങളെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസ അർപ്പിക്കുന്നു കഞ്ഞിക്കുഴി വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ആയിട്ടുള്ള ബഹുമാനായ ശ്രീ സിബി ആർക്കാട്ട് അവർ. പ്രിയമുള്ളവരെ, മയക്കുമരുന്ന് ഒരു മഹാവിപത്താണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ഇത് ഉപയോഗിക്കുന്നത് ലഹരിക്ക് വേണ്ടിയാണെന്നും എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഒരു ലഹരിയാണ് മദ്യം. ഈ മദ്യവും മയക്കുമരുന്നും തമ്മിലുള്ള വ്യത്യാസം, മദ്യം കഴിക്കുന്നത് നിയന്ത്രിച്ച് കഴിച്ചാൽ കുഴപ്പമില്ല, പക്ഷേ മയക്കുമരുന്ന് കഴിക്കാനേ പാടില്ല. മദ്യം സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും, മയക്കുമരുന്ന് അത് ചെയ്യാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്നുള്ളത്, മയക്കുമരുന്ന് എവിടെ നിന്നാണ് വരുന്നത് അത് കൃത്യമായി കണ്ടെത്തി ഉന്മൂലനം ചെയ്യുക എന്നുള്ളതാണ് മയക്കുമരുന്നിനെതിരെയുള്ള ഏറ്റവും നല്ല നടപടി. മറ്റൊരു തമാശയായിട്ട് പറയാനുള്ളൊരു കാര്യം, ഇപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്ത് ഈ പോലീസുകാരും ബാക്കി എല്ലാ ആൾക്കാരോടും ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിച്ച ഒരു ഗുണം കിട്ടുമോ ഇല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇത്തരം പരിപാടികൾ അതിപ്പം ആര് നടത്തിയാലും എന്തിനു നടത്തിയാലും ഇതെല്ലാം എന്തൊരു പ്രകടനം മാത്രമായി മാറുന്ന ഒരു കാലഘട്ടമാണിത്. ഈ ഒരു പ്രകടനം കൊണ്ട് കഞ്ഞിക്കുഴിയിലെ വ്യാപാരികളും അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാരും പ്രബുദ്ധരാകും, അല്ലെ അറിവുണ്ടാകും അപ്പുറത്തേക്ക് ഇത്രയും ഒരു എഫേർട്ട് എടുക്കുന്നതിൻ്റെ ലക്ഷ്യം ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളതും കൂടെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ്. കാരണം രാഷ്ട്രീയക്കാർ സ്ഥിരമായിട്ട് ഇങ്ങനെ പല പരിപാടികൾ നടത്തുന്നു. അപ്പോൾ അതുപോലൊരു പരിപാടി മാത്രമായി ഇത് മാറിയേലേ എന്നുള്ളൊരു ന്യായമായ ഒരു സംശയം. കാരണം ഇതെല്ലാ പരിപാടികളും ഉൾക്കൊള്ളുന്ന എല്ലാ സംവിധാനങ്ങളും പറയുന്നത് ഇവിടുത്തെ വ്യാപാരികളോട് മാത്രമാണ്, അല്ലെ ഇവിടുത്തെ വണ്ടിക്കാരോട് മാത്രമാണ്. മറ്റാരും ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അറിയുന്നില്ല. അപ്പം അതുകൊണ്ട് ഇതിനൊക്കെ കുറച്ചുകൂടി നല്ല ഒരു മാനം, അല്ലാതെ നല്ലൊരു സംവിധാനം കണ്ടെത്തി ആ രീതിയിൽ ആളുകളെ ഉദ്ബോധിപ്പിക്കണമെന്ന് കൂടി മാത്രം പറഞ്ഞുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട ഈ ഒരു പരിപാടി നടത്തിയ എല്ലാ ആളുകൾക്കും അതിൽ സഹകരിച്ച എല്ലാവർക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി കഞ്ഞിക്കുഴി SN ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ SPC കേഡറ്റ്സുകൾ അവതരിപ്പിക്കുന്ന ബാൻഡ് മേളം.
ഈ റാലിക്ക് ആശംസ അർപ്പിക്കുന്നതിനായിട്ട്